തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ നർത്തകിയായും അഭിനേത്രിയായും ശ്രദ്ധ നേടിയ താരമാണ് പ്രിയാമണി. ടെലിവിഷൻ രംഗത്തും ഇപ്പോൾ പ്രിയാമണി നിറസാന്നിധ്യമാണ്. ഡാൻസ് റിയാലിറ്റി ഷോയുടെ വിധികർത്താവായാണ് പ്രിയാമണി ടെലിവിഷൻ കാഴ്ചക്കാരുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയത്. മോഡലിംഗ് രംഗത്തു നിന്നും നന്നേ ചെറുപ്രായത്തിൽ തന്നെ നായികാവേഷം ചെയ്തും സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചും പ്രിയാമണി സജീവമായി. പ്രാഞ്ചിയേട്ടൻ, ഗ്രാൻഡ് മാസ്റ്റർ, തിരക്കഥ എന്നീ സിനിമകളിലൂടെയാണ് പ്രിയാമണി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായത്. സത്യം എന്ന മലയാള സിനിമയുടെ അഭിനയ രംഗത്തെത്തിയെങ്കിലും തമിഴിലെ പരുത്തിവീരനാണ് പ്രിയയെ പ്രശസ്തയാക്കിയത്. മാത്രവും അല്ല, സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമായിരുന്നു പ്രിയയുടെ മിക്ക ചിത്രങ്ങളും ഹിറ്റായത്. അടുത്തിടെ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് താരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. പ്രിയ JB ജംഗ്ഷനിൽ പങ്കെടുത്ത പഴയ വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. ദേശീയ പുരസ്കാര ജേതാവായ നടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തും. അതുകൊണ്ട് പല സിനിമകൾക്കും അവർ നിരാകരണം അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സിനിമകളിൽ ഒന്നാണ് ടിനി ടോം നായകനായ ഓടും രാജ ആടും റാണി. ഷോയിൽ പ്രിയാമണി അതിഥിയായി വന്നപ്പോൾ LED സ്ക്രീനിൽ ചോദ്യവുമായി ടിനി ടോമും എത്തിയിരുന്നു. ഈ സിനിമയിൽ ആദ്യം പരിഗണിച്ചിരുന്നത് പ്രിയാമണിയെ ആയിരുന്നു. കഥ പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു. പ്രതിഫലവും മറ്റ് നിബന്ധനകളും അവർ സമ്മതിച്ചു. എന്നാൽ നായകൻ ഞാനാണെന്നറിഞ്ഞപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ പ്രിയ 2 മണിക്കൂറിന് ശേഷം എൻ്റെ നായികയായി അഭിനയിക്കാൻ കഴിയില്ല എന്ന് സംവിധായകന് മെസ്സേജ് അയച്ചു. നടൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ചിത്രത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും അവിടെയും സമാന അനുഭവമാണ് ഉണ്ടായതെന്ന് സുരാജ് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിയാമണിയുടെ നായകനാകാനുള്ള മാനദണ്ഡങ്ങൾ എന്നായിരുന്നു ടിനി ടോമിൻ്റെ ചോദ്യം. എന്നാൽ ചോദ്യത്തിന് കൃത്യമായ മറുപടി പ്രിയാമണിയുടെ പക്കലുണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സിനിമയുടെ കാര്യം എനിക്കറിയില്ല, കഥയോ കഥാപാത്രങ്ങളോ ആരാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ചാനലുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. ടിനി ടോം ചിത്രത്തിൻ്റെ കഥ ഞാൻ കേട്ടു. ചിലതൊക്കെ എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു. പക്ഷേ നായകൻ ടിനി ടോം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോടും എൻ്റെ മാനേജറോടും കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. ടിനി ടോമിനൊപ്പം പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിവുള്ള നടനാണ്. എന്നാൽ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി പറയുന്നതാണ്, ആ സമയത്ത് അദ്ദേഹത്തിന് മുൻനിര നായകന്മാരുടെ താരമൂല്യമില്ല. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ നായകന്മാരുടെ പടങ്ങളിൽ അഭിനയിക്കുന്ന ദേശീയ പുരസ്കാരം നേടിയ പ്രിയാമണി ടിനി ടോമിൻ്റെ നായികയാകാൻ തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് മാധ്യമങ്ങൾ ചോദിക്കും. അതിനൊപ്പം ആ ചിത്രം വിജയിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ പരാജയപ്പെട്ടാൽ അതിൻ്റെ ബാധ്യത നായികയിലേക്കാണ് വരിക. ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഒരു മുൻനിര നായകൻ പടമില്ലാതെ വീട്ടിലിരിക്കില്ല. പക്ഷേ നായികമാർക്ക് അത് എളുപ്പമല്ല. എനിക്ക് എൻ്റെ കരിയറും സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് പ്രിയാമണി വിശദീകരിച്ചു. എന്നാൽ ഈ കാര്യത്തിൽ അവതാരകനും ചോദ്യം ഉന്നയിച്ചു. മമ്മൂട്ടിയുടെ പടം പൊട്ടി, ലാലേട്ടൻ പടം പൊട്ടി എന്നല്ലേ എല്ലാവരും പറയുന്നതെന്ന് ബ്രിട്ടാസിൻ്റെ മറുചോദ്യത്തിനും നല്ല മറുപടിയാണ് പ്രിയ നൽകിയത്. അതെങ്ങനെ ശരിയാകും? ഒരു പടം പൊട്ടിയാൽ ലാൽ സാറിനും മമ്മൂട്ടിയെയും വെച്ച് പടം ചെയ്യാൻ വേറെ 10 പേര് വരും. എന്നാൽ നായികയുടെ പിറകെ ആരെങ്കിലും വരുമോ എന്നാണ് ക്ഷോഭത്തോടെ പ്രിയ ചോദിക്കുന്നത്.